രാവിലെ എഴുന്നേറ്റ് വന്നത് ആ ചേച്ചിയാനകത്ത് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ എൻ്റെ അടുക്കളയിലെ പണികളായിട്ട് ഇങ്ങനെ പോവുകയാണേ. അപ്പോൾ അങ്ങനെ ചേച്ചി എവിടെയാണോ അവിടെയൊക്കെ അനിയത്തി ഉണ്ടാവും കേട്ടോ. അനിയത്തി ഇങ്ങനെ എപ്പോഴും ചേച്ചീൻ്റെ കൂടെയാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേച്ചീൻ്റെ കൂടെയാണ് ഏത് നേരം. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ എന്താ ബീഫൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ അച്ഛനും ഏട്ടനും ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ അവർക്കും കൂടിയുള്ള ഭക്ഷണം രാവിലെ തന്നെ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയമാകുമ്പോഴേക്ക് ആക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ വേഗം തന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ സ്റ്റീൽ റാക്കിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിൻ്റെ ശേഷം ബീഫിലേക്കുള്ള മസാലക്കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വെള്ളയപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്കുള്ള ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീഫ് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ കുറച്ച് വെള്ളയപ്പം കുറച്ച് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അവർക്ക് ഉച്ചയ്ക്ക് രാത്രിയായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, ഇടയ്ക്ക് അവിടെ നിൽക്കും, അങ്ങനെയാണ്. പിന്നെ പേട്ടനും കൂടി ഉള്ളതിനെ കൊണ്ട് പിന്നെ രണ്ടാക്കുള്ള ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തയക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശ്രീക്കുട്ടി പറഞ്ഞു, അമ്മ കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ആക്കിക്കോളാം എന്ന് പറഞ്ഞ് രാവിലെ കുറേ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ശ്രീക്കുട്ടി പറഞ്ഞു, അമ്മ ഇതെല്ലാം ക്ലീനാക്കി ഞാൻ വെച്ചോളാം എന്നാണ്. അമ്മ ഒന്നും ഇങ്ങോട്ട് വരികയേ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചെയ്യട്ടെ, നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ മക്കൾ ഓരോന്നും പഠിക്കുക. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ അവൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 7th ആൾ, ഇനി 8th അപ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്യുന്ന പണിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്യുക. അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളെ റാക്കിൽ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ നിന്ന് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ക്ലീനിങ് സൊല്യൂഷനൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വൃത്തിയാക്കി ഇടാനും ക്ലീനിങ്ങും ഒക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ടേബിളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അധികം വെള്ളമൊന്നും ചേർക്കല്ലേ, താഴെ വീണാൽ പോവുമല്ലോ, ആൾ വീണ് പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളിതാ നമ്മളെ കൗണ്ടർ ടോപ്പും ഒക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ ഈ ഒരു ക്ലീനിങ് എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോയിലും കൂടി ഞാൻ കാണിച്ചത്, നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഈ ഒരു പച്ച ടൈല് കൊടുത്ത് എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. അത് വൈറ്റ് ആയിരുന്നു ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചത്, പക്ഷേ എന്തോ ഒരു ഇതില്ല, ആ സമയത്ത് അങ്ങനെ തോന്നിയിട്ടാണ്. പക്ഷേ വൈറ്റ് ആകുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അട ഉണ്ടാക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ മാവ് കലക്കി കേട്ടോ, ഗോതമ്പൊടി, അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ശർക്കരപ്പാനിയാണ് ഇട്ടത് കേട്ടോ. അപ്പം മാവ് കലക്കിയെടുക്കുമ്പോൾ തന്നെ കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തേങ്ങയും പഞ്ചസാരയൊക്കെ നിറച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയല്ല, ഞാൻ ശർക്കരേൻ്റെതാണ് കേട്ടോ ഒഴിച്ച് കൊടുത്ത് ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചിട്ടാണ് തേങ്ങയിലേക്ക് ഇട്ട്, പിന്നെ ഏലക്കായും ജീരകമൊക്കെ ഇട്ടുണ്ട്. അങ്ങനെ അടയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അട നല്ല ഇതിൽ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മാവ് കലക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പം അങ്ങനെ ഞാനും ശ്രീക്കുട്ടി നിധിയും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നിധിമോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടയൊക്കെ. അപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ആൾക്ക് 10 മാസം കഴിയാനായി. അതേപോലെ തന്നെ പഴംപൊരി വലിയ ഇഷ്ടമാണ്, അതും വീട്ടിലുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.